നമസ്കാരം. PS ടെക്സിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പം ഇന്നത്തെ വീഡിയോ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഏറ്റവും നമ്മുടെ PSC ബുള്ളറ്റിൻ പ്രസിദ്ധീകരിച്ച കലയും സാഹിത്യവും എന്ന PSC ബുള്ളറ്റിലെ ഭാഗമാണ്. കഴിഞ്ഞ LDC എഴുതിയ കൂട്ടുകാർക്കറിയാം, കലയും സാഹിത്യം എന്ന വിഭാഗത്തിൽ നിന്നും കടുപ്പമേറിയ ചോദ്യങ്ങളായിരുന്നു നമ്മൾ ഉദ്യോഗാർത്ഥികൾക്ക് നേരിടേണ്ടി വന്നത്. അതുകൊണ്ട് PSC ബുള്ളറ്റിൻ പ്രസിദ്ധീകരിക്കുന്ന കലയും സാഹിത്യം എന്ന വിഭാഗങ്ങൾ കൃത്യമായിട്ട് എല്ലാ ഭാഗവും പഠിക്കുക എന്നത് LDC പരീക്ഷ അതുപോലെ തന്നെ വരുന്ന പരീക്ഷകളിൽ ഉന്നതമായ റാങ്ക് നിങ്ങളെ നേടിത്തരും. അപ്പം ഈ പറഞ്ഞിട്ടുള്ള 23ഓളം ക്വസ്റ്റ്യൻസ് നല്ല കടുകെട്ടി ചോദ്യങ്ങളാണ്. ചിലപ്പോൾ നമുക്ക് കേൾക്കുമ്പോൾ ഒരു മടുപ്പ് തോന്നുന്ന വാക്കുകളൊക്കെയാണ്, അല്ലെങ്കിൽ കലയും ഭാഗത്ത് നിന്ന് അത്രയും മടുപ്പ് തോന്നുന്ന ഭാഗങ്ങളൊക്കെയാണ് ഇതിൽ ഉൾപ്പെടുത്തിയുള്ളത്. എന്നിരുന്നാലും ഇതൊക്കെ ചോദിക്കാനുള്ള സാധ്യത ഏറെയാണ്. നമ്മൾ കണ്ടു, ഒരു ഷീറ്റ് ഓളം വാക്കുകളായിരുന്നു, ഒരു ഷീറ്റോളമാണ് കലാസാഹിത്യം, ഒരു ചോദ്യം ഒരു ഷീറ്റായിരുന്നു. അപ്പം അത്രയും കടുപ്പമേറി നമ്മൾ വായിക്കാൻ പോലും മടിക്കുന്ന തരത്തിലായിരുന്നു കലയും സാഹിത്യവും എന്ന വിഭാഗത്തിൽ നിന്നും ചോദ്യങ്ങൾ വന്നത്. അതുകൊണ്ട് PSC ബുള്ളറ്റിൻ പ്രസിദ്ധീകരിക്കുന്ന കലയും സാഹിത്യ വിഭാഗത്തിൽ നിന്നും തന്നെയാണ് PSC ഇന്നും ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കുന്നത്. അപ്പം നമുക്ക് പഠിക്കാം, വലിച്ചു നീട്ടുന്നില്ല. അപ്പം ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഇപ്പം കടുകട്ടി വാക്കുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അക്ഷരത്തെറ്റ് വന്നേക്കാം, അക്ഷരത്തെറ്റ് എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അത് ക്ഷമിക്കുക കേട്ടോ. ഓക്കെ, ഇനി ഒന്നാമത്തെ ചോദ്യം ഇതാണ് കൂട്ടുകാരെ. ഒന്നാമത്തെ ചോദ്യം എന്താണ്? താബ സുംഫാത്തിമ ഹഷ്മി എന്നത് ഏത് ബോളിവുഡ് നടിയുടെ യഥാർത്ഥ പേരാണ്? താബ സുംഫാത്തിമ ഹഷ്മി എന്നത് ഏത് ബോളിവുഡ് നടിയുടെ യഥാർത്ഥ പേരാണ് എന്ന് ചോദിച്ചാൽ പറയണം അത് താബു. ആരാണ്? താബു. ഓക്കെ അല്ലേ? ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ചൈനയിലെ അവസാനത്തെ ചക്രവർത്തിയായ പൂയിയുടെ ജീവിതത്തെക്കുറിച്ച് ബെർണാഡോ ബർട്ടലൂച്ചി 1987 സംവിധാനം ചെയ്ത സിനിമയാണ് ദ ലാസ്റ്റ് എംപറർ. ആരാ സംവിധാനം ചെയ്തത്? ബെർണാഡോ ബർട്ടലൂച്ചി. ആരുടെ ജീവിതത്തെക്കുറിച്ചാണ്? ചൈനയിലെ അവസാനത്തെ ചക്രവർത്തിയായ പുംയയുടെ ജീവിതത്തെക്കുറിച്ച് ബെർണാഡോ ബർട്ടലൂച്ചി 1987 സംവിധാനം ചെയ്ത സിനിമയാണ് കൂട്ടുകാരെ ദ ലാസ്റ്റ് എംപറർ. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? യെസ്. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ്, OTT പ്ലാറ്റ്ഫോം ആരംഭിച്ച ആദ്യ സംസ്ഥാനമാണ് ഏതടാ? നമ്മുടെ കേരളം അല്ലേ? OTT പ്ലാറ്റ്ഫോം ആരംഭിച്ച ആദ്യ സംസ്ഥാനമാണ് കേരളം. കേരള സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷൻ തുടങ്ങി വെച്ച OTT പ്ലാറ്റ്ഫോമിന്റെ പേരെന്താണ്? അത് സി സ്പേസ് എന്നാണ്. സി സ്പേസ്. OTT പ്ലാറ്റ്ഫോം ആരംഭിച്ച ആദ്യ സംസ്ഥാനം ഏതാണ്? നമ്മുടെ കേരളമാണ്. കേരളം തുടങ്ങി വെച്ച OTT കോർപ്പറേഷൻ തുടങ്ങി വെച്ച ചലച്ചിത്ര വികസന കോർപ്പറേഷൻ തുടങ്ങി വെച്ച OTT പ്ലാറ്റ്ഫോമിന്റെ പേരാണ് സി സ്പേസ്. ഓക്കെ അല്ലേ? എങ്കിൽ നാലാമത്തെ ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 52ാമത് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച ചലച്ചിത്രം ഏതാണ്? അതുപോലെ 26ാമത് കേരള രാജ്യാന്തര ചലച്ചിത്രമേളയിൽ മികച്ച മലയാള ചിത്രത്തിനുള്ള ഫിപ്രസി പുരസ്കാരവും മികച്ച മലയാള ചിത്രത്തിനുള്ള നെറ്റ് പാക്ക് പുരസ്കാരവും നേടിയ ചിത്രമാണ് ഏതാണ്? ആ ചിത്രം ആവാസവ്യൂഹം. ഇതൊക്കെ ആർക്കാ കിട്ടിയത്? ആവാസവ്യൂഹം എന്ന സിനിമയ്ക്കാണ്. എന്തൊക്കെ അവാർഡ് ലഭിച്ചത്? 52ാമത് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച ചലച്ചിത്രത്തിനുള്ള അവാർഡും 26ാമത് കേരള രാജ്യാന്തര ചലച്ചിത്രമേളയിൽ മികച്ച മലയാള ചിത്രത്തിനുള്ള ഫിപ്രസി പുരസ്കാരവും മികച്ച മലയാള ചിത്രത്തിനുള്ള നെറ്റ് പാക്ക് പുരസ്കാരവും നേടിയ മലയാള ചിത്രമാണ് കൂട്ടുകാരെ ആവാസവ്യൂഹം. ഏതാണ്? ആവാസവ്യൂഹം. ഓക്കെ അല്ലേ? അപ്പം നല്ല കിടക്കാറ്റ് ക്വസ്റ്റ്യൻസ് ആണ്, ചോദിക്കാൻ ഏറെ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഒന്നും കൂടി ഞാൻ വായിക്കാം. താബ സുംഫാത്തിമ ഹഷ്മി എന്നത് ഏത് ബോളിവുഡ് നടിയുടെ യഥാർത്ഥ പേരാണ്? താബു. ചൈനയിലെ അവസാന ചക്രവർത്തിയായ പുംയയുടെ ജീവിതത്തെ കുറിച്ച് ബെർണാഡോ ബർട്ടലൂച്ചി 1987 സംവിധാനം ചെയ്ത സിനിമയാണ് ദ ലാസ്റ്റ് എംപറർ. എങ്കിൽ OTT പ്ലാറ്റ്ഫോം ആരംഭിച്ച ആദ്യ സംസ്ഥാനമാണ് നമ്മുടെ കേരളം. കേരള സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷൻ തുടങ്ങി വെച്ച OTT പ്ലാറ്റ്ഫോമിന്റെ പേര് സി സ്പേസ് എന്നാണ്. എങ്കിൽ 52ാമത് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച ചലച്ചിത്രമാണ് ഏതിടാ? ആവാസവ്യൂഹം. ഈ ആവാസവ്യൂഹത്തിന് 26ാമത് കേരള രാജ്യാന്തര ചലച്ചിത്രമേളയിൽ മികച്ച മലയാള ചിത്രത്തിനുള്ള ഫിപ്രസി പുരസ്കാരവും മികച്ച മലയാള ചിത്രത്തിനുള്ള നെറ്റ് പാക്ക് പുരസ്കാരവും നേടി. ഓക്കെ അല്ലേ? ലഭിച്ചു. ഓക്കെ, എങ്കിൽ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ഡെക്കാൻ മിനിയേച്ചർ കലാശാലയിലെ പ്രധാനപ്പെട്ട വിഭാഗം ചിത്രങ്ങളാണ് ഇത്. അപ്പം ഒരു
ചിത്രങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. ഡെക്കാൻ മിനിയേച്ചർ കലാശാലയിലെ പ്രധാനപ്പെട്ട വിഭാഗം ചിത്രങ്ങളാണ് ഇത്. വടക്കൻ കർണാടകത്തിൽ സാഗർനാട് പ്രവിശ്യയിലെ സുർപൂർ പട്ടണത്തിലേക്ക് ആന്ധ്രയിൽ നിന്ന് കുടിയേറിയ ഗരുഡാദ്രി എന്നാണ് ഗരുഡാദ്രി കലാകുടുംബത്തിൽപ്പെട്ടവരാണ് ഈ ചിത്രത്തിൻ്റെ ആദ്യകാല സൃഷ്ടാക്കൾ. എങ്കിൽ കാലപ്പഴക്കത്താൽ നശിച്ച മുങ്ങിപ്പോയിരുന്ന ഭിത്തി ചിത്രങ്ങളുടെ അവശേഷിപ്പുകളിൽ നിന്നാണ് നൂതനമായ ശൈലിയിൽ ഈ ചിത്രങ്ങളെ ആവിഷ്കരിച്ചത്. ഏതാണ് ഈ ചിത്രകല എന്ന് ചോദിച്ചാൽ സൂർപൂർ ചിത്രങ്ങൾ എന്നാണ്. സൂർപൂർ ചിത്രങ്ങൾ എന്നാണ്. ഡെക്കാൻ മിനിയേച്ചർ കലാശാലയിലെ പ്രധാനപ്പെട്ട വിഭാഗം കലകളാണ് ഇത്. വടക്കൻ കർണാടകത്തിൽ സാഗർനാട് പ്രവിശ്യയിലെ സൂർപൂർ പട്ടണത്തിലേക്ക് ആന്ധ്രയിൽ നിന്നും കുടിയേറിയ ഗരുഡാദ്രി കലാകുടുംബത്തിൽപ്പെട്ടവരാണ് ഈ ചിത്രങ്ങളുടെ ആദ്യകാല സൃഷ്ടാക്കൾ. കാലപ്പഴക്കത്താൽ നശിച്ച മങ്ങിപ്പോയിരുന്ന ഭിത്തി ചിത്രങ്ങളുടെ അവശേഷിപ്പുകളിൽ നിന്നുമാണ് നൂതനമായ ശൈലിയിൽ ഈ ചിത്രങ്ങളെ ആവിഷ്കരിച്ചത്. ഏതാണ് ചിത്രകല? സൂർപൂർ ചിത്രങ്ങൾ. എങ്കിൽ നെക്സ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 2020 മുതൽ 2020 വരെ രചിക്കപ്പെട്ട സൽമാൻ റുഷ്ദിയുടെ ലേഖനങ്ങൾ സമാഹരിച്ച് പുറത്തിറക്കിയ പുസ്തകമാണ് ലാംഗ്വേജസ് ഓഫ് ട്രൂത്ത് എന്നാണ്. ലാംഗ്വേജ് ഓഫ് ട്രൂത്ത്. എന്താണ് ലാംഗ്വേജ് ഓഫ് ട്രൂത്തിൻ്റെ പ്രത്യേകത? 2003 മുതൽ 2020 വരെ രചിക്കപ്പെട്ട സൽമാൻ റുഷ്ദിയുടെ ലേഖനങ്ങൾ സമാഹരിച്ച് പുറത്തിറക്കിയ പുസ്തകമാണ് ലാംഗ്വേജസ് ഓഫ് ട്രൂത്ത്. എങ്കിൽ ഏഴാമത്തെ ക്വസ്റ്റ്യൻ ആണ്. വയനാട് ജില്ലയിലെ പൂക്കോട് നിലവിൽ വന്ന സംസ്ഥാനത്തെ ആദ്യത്തെ ഗോത്ര പൈതൃക ഗ്രാമമാണ് എന്നൂര്. ഇതാണ് വയനാട് ജില്ലയിലെ പൂക്കോട് നിലവിൽ വന്ന സംസ്ഥാനത്തെ ആദ്യ ഗോത്ര പൈതൃക ഗ്രാമമാണ് കൂട്ടുകാരെ എന്നൂര്. എങ്കിൽ എട്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ്. അഗതാ ക്രിസ്റ്റി രചിച്ച ഒരു നാടകം വർഷങ്ങളോളം തുടർച്ചയായി രംഗത്ത് അവതരിപ്പിക്കുകയുണ്ടായി. ഏതാണ് നാടകം? ദ മൗസ് ട്രാപ്പ്. ഏതാണ്? ദ മൗസ് ട്രാപ്പ്. എന്താണ് ദ മൗസ് ട്രാപ്പ് എന്ന നാടകത്തിന്റെ പ്രത്യേകത? അഗതാ ക്രിസ്റ്റി രചിച്ച ഒരു നാടകം വർഷങ്ങളോളം തുടർച്ചയായി രംഗത്ത് അവതരിപ്പിക്കുകയുണ്ടായി. ആ നാടകമാണ് ദ മൗസ് ട്രാപ്പ്. അഗതാ ക്രിസ്റ്റി മൗസ് ട്രാപ്പ്. ഓക്കെ അല്ലേടാ? യെസ്. എങ്കിൽ ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ ആണ്. വർത്തമാനകാലത്തെ നിയന്ത്രിക്കുന്നവർ ഭൂതകാലത്തെയും ഭൂതകാലത്തെ നിയന്ത്രിക്കുന്നവർ ഭാവിയെയും നിയന്ത്രിക്കും. ജോർജ് ഓർവെല്ലിന്റെ പ്രശസ്തമായ ഒരു നോവലിലെ വരികളാണിത്. ഏതാണ് നോവൽ? 1984. ഇത് 1984. എന്താണ്? വർത്തമാനകാലത്തെ നിയന്ത്രിക്കുന്നവർ ഭൂതകാലത്തെയും ഭൂതകാലത്തെ നിയന്ത്രിക്കുന്നവർ ഭാവിയെയും നിയന്ത്രിക്കും. ജോർജ് ഓർവെല്ലിന്റെ ആരുടെയാണ്? ജോർജ് ഓർവെല്ലിന്റെ പ്രശസ്തമായ ഒരു നോവലിലെ വരികളാണിത്. ഏതാണ് നോവൽ? 1984. ഓക്കെ അല്ലേ? യെസ്. എങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് കൂട്ടുകാരെ. പ്രശസ്ത കവി വിഷ്ണുനാരായണ നമ്പൂതിരിയുടെ സ്മരണാർത്ഥം ഏർപ്പെടുത്തിയ ആദ്യത്തെ വൈഷ്ണവം സാഹിത്യ പുരസ്കാരം നേടിയതാരാണ്? അത് ഡോക്ടർ എം ലീലാവതി. ആരാണ്? ഡോക്ടർ എം ലീലാവതി. പ്രശസ്ത കവി വിഷ്ണുനാരായണ നമ്പൂതിരിയുടെ സ്മരണാർത്ഥം ഏർപ്പെടുത്തിയ ആദ്യത്തെ വൈഷ്ണവം സാഹിത്യ പുരസ്കാരം ലഭിച്ച ആർക്കാണ്? അത് ഡോക്ടർ എം ലീലാവതിക്കാണെങ്കിൽ ഫണ്ടിങ്ങിനായി കോർപ്പറേറ്റുകളെ ആശ്രയിക്കുന്ന ഹിറ്റ്ലറിൻ്റെ രീതികളെക്കുറിച്ച് വാൾ സ്ട്രീറ്റ് ആൻഡ് ദി റൈസ് ഓഫ് ഹിറ്റ്ലർ എന്ന ഗ്രന്ഥം രചിച്ചതാരാണ്? അത് ആന്റണി സൂട്ടൻ. ആരാണ്? ആന്റണി സൂട്ടൻ. ഹണ്ടിങ്ങിനായി കോർപ്പറേറ്റുകളെ ആശ്രയിക്കുന്ന ഹിറ്റ്ലറിൻ്റെ രീതികളെക്കുറിച്ച് വാൾ സ്ട്രീറ്റ് ആൻഡ് ദ റൈസ് ഓഫ് ഹിറ്റ്ലർ എന്ന ഗ്രന്ഥം രചിച്ചത് ആന്റണി സൂട്ടൻ. എങ്കിൽ 12ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. സാഹിത്യ പ്രവർത്തക സഹകരണ സംഘത്തിന്റെ വിൽപ്പനശാലയുടെ പേരാണ് നാഷണൽ ബുക്ക് സ്റ്റാൾ. എന്താണ്? സാഹിത്യ പ്രവർത്തക സഹകരണ സംഘത്തിന്റെ വിൽപ്പനശാലയുടെ പേരാണ് നാഷണൽ ബുക്ക് സ്റ്റാൾ. എങ്കിൽ അലങ്കാര ചിത്രങ്ങളും ശില്പങ്ങളും പേപ്പർ പൾപ്പ് കൊണ്ട് നിയന്ത്രിക്കുന്ന കലയാണിത്. കാശ്മീരിലെ പ്രശസ്തമായ പാരമ്പര്യ കലാരീതിയാണിത്. ചവച്ചരച്ച കടലാസ് എന്ന അർത്ഥം വരുന്ന ഈ കലാരൂപം ഏതാണെന്ന് ചോദിച്ചാൽ പറയണം പേപ്പിയർ മാഷെ എന്നാണ്. പേപ്പിയർ മാഷെ അല്ലെങ്കിൽ പേപ്പർ മാഷെ എന്നും പറയുന്നു. എന്താണ്? അലങ്കാര ചിത്രങ്ങളും ശില്പങ്ങളും പേപ്പർ പൾപ്പ് കൊണ്ട് നിർമ്മിക്കുന്ന കലയാണ് ഏത്? പേപ്പിയർ മാഷെ അല്ലെങ്കിൽ പേപ്പർ മാഷെ. കാശ്മീരിലെ പ്രശസ്തമായ പാരമ്പര്യ കലാരൂപമാണ് ഏത്? ഈ പേപ്പർ മാഷെ. ചവച്ചരച്ച
വരച്ച കടലാസ് എന്നാണ് ഈ പേപ്പർ മാഷെ എന്നതിൻ്റെ അർത്ഥം. ഓക്കെ, എങ്കിൽ 14ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ബംഗാളിലെ നീലം കർഷകരുടെ യാതനകളെ പറ്റി പ്രതിപാദിക്കുന്ന നീൽ ദർപ്പൺ എന്ന നാടകം രചിച്ചത് ദീനബന്ധു മിത്ര. ഇത് എത്രയോ തവണ ചോദിച്ചാണല്ലേ. ബംഗാളിലെ നീലം കർഷകരുടെ യാതനകളെ പറ്റി പ്രതിപാദിക്കുന്ന നീൽ ദർപ്പൺ എന്ന നാടകം രചിച്ചതാണ് അത് ദീനബന്ധു മിത്ര. എങ്കിൽ 15ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ഇൻസ്പെക്ടർ ഘോട്ടെ എന്ന ഇംഗ്ലീഷ് ഡിറ്റക്റ്റീവിനെ കഥാപാത്രമാക്കി നോവലുകൾ എഴുതിയ ഇംഗ്ലീഷ് എഴുത്തുകാരനാണ് HRF കീറ്റിംഗ്. ആരാണ്? HRF കീറ്റിംഗ്. ഇൻസ്പെക്ടർ ഘോട്ടെ എന്ന ഇംഗ്ലീഷ് ഡിറ്റക്റ്റീവിനെ കഥാപാത്രമാക്കി നോവലുകൾ എഴുതിയ ഇംഗ്ലീഷ് എഴുത്തുകാരനാണ് HRF കീറ്റിംഗ്. HRF കീറ്റിംഗ്. ഓക്കെ, എങ്കിൽ 16ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ഉണ്മയുടെ താങ്ങാനാവാത്ത ഭാരക്കുറവ് എന്നാണ് ദ അൺബിയറബിൾ ലൈറ്റ്നെസ് ഓഫ് ബീയിങ്. ഉണ്മയുടെ താങ്ങാനാവാത്ത ഭാരക്കുറവ് എന്ന നോവൽ എഴുതിയത് മിലാൻ കുന്ദേര. ആരാണ്? മിലാൻ കുന്ദേര. ഉണ്മയുടെ താങ്ങാനാവാത്ത ഭാരക്കുറവ് എന്ന നോവൽ എഴുതിയത് മിലാൻ കുന്ദേര. എങ്കിൽ 17ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ചോമന തുടി എന്നാണ് ചോമന തുടി എന്ന കന്നഡ നോവൽ രചിച്ച ജ്ഞാനപീഠ ജേതാവ് ആരാണ്? ശിവരാമ കാരന്ത്. ആരാണ്? ശിവരാമ കാരന്ത്. ചോമന തുടി എന്ന കന്നഡ നോവൽ, ചോമന തുടി എന്ന കന്നഡ നോവൽ രചിച്ച ജ്ഞാനപീഠ ജേതാവാണ് ശിവരാമ കാരന്ത്. എങ്കിൽ 18ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, മലയാളത്തിൽ എഴുതപ്പെട്ട ആദ്യത്തെ ഗണിതശാസ്ത്ര ഗ്രന്ഥമാണ് യുക്തിഭാഷ. എന്താണ്? മലയാളത്തിൽ എഴുതപ്പെട്ട ആദ്യത്തെ ഗണിതശാസ്ത്ര ഗ്രന്ഥമാണ് യുക്തിഭാഷ. അപ്പോൾ യുക്തിഭാഷയുടെ പ്രത്യേകത എന്താണ്? മലയാളത്തിൽ എഴുതപ്പെട്ട ആദ്യത്തെ ഗണിതശാസ്ത്ര ഗ്രന്ഥമാണ് യുക്തിഭാഷ. എങ്കിൽ 19ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ഇന്ത്യ സ്വതന്ത്രമായ വർഷം മലയാളത്തിന്റെ ആസ്ഥാന കവിയായി തിരഞ്ഞെടുത്തത് ആരെയാണ്? അത് വള്ളത്തോൾ നാരായണ മേനോൻ. എന്താണ്? ഇന്ത്യ സ്വതന്ത്രമായ വർഷം മലയാളത്തിന്റെ ആസ്ഥാന കവിയായി തിരഞ്ഞെടുത്തത് വള്ളത്തോൾ നാരായണ മേനോനെയാണ്. എങ്കിൽ മുണ്ടക്കൽ സന്ദേശം ഒരു മുഴുത്ത ചിരി എന്ന കുട്ടിക്കൃഷ്ണമാരാരുടെ ലേഖനം ഏത് കൃതിയെക്കുറിച്ചാണ്? ഉണ്ണുനീലി സന്ദേശം എന്നാണ്. മുണ്ടക്കൽ സന്ദേശം ഒരു മുഴുത്ത ചിരി എന്ന കുട്ടിക്കൃഷ്ണമാരാരുടെ ലേഖനം ഏത് കൃതിയെക്കുറിച്ചാണ്? ഉണ്ണുനീലി സന്ദേശം. എങ്കിൽ വൈശാഖൻ എന്ന സാഹിത്യകാരൻ്റെ യഥാർത്ഥ പേര് MK ഗോപിനാഥൻ. എന്താണ്? വൈശാഖൻ MK ഗോപിനാഥൻ. വൈശാഖൻ എന്ന സാഹിത്യകാരൻ്റെ യഥാർത്ഥ പേര് MK ഗോപിനാഥൻ. എങ്കിൽ P പത്മരാജന്റെ ഒരു നോവലിൽ പ്രത്യക്ഷപ്പെടുന്ന സ്ഥലമാണ് തമാശക്കോട്ട. ഏത് നോവലില്? പ്രതിമയും രാജകുമാരിയും. എന്താണ്? പ്രതിമയും രാജകുമാരിയും എന്ന നോവലിലാണ് ഏത് തമാശക്കോട്ട എന്ന സ്ഥലത്തെക്കുറിച്ച് പരാമർശിക്കുന്നത്. ആരുടെ നോവലിലാണ്? P പത്മരാജന്റെ. ആരുടേതാണ്? P പത്മരാജന്റെ ഒരു നോവലിൽ പ്രത്യക്ഷപ്പെടുന്ന സ്ഥലമാണ് തമാശക്കോട്ട. ഏത് നോവലിലാണ്? പ്രതിമയും രാജകുമാരിയും. എങ്കിൽ നെക്സ്റ്റ് 23ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, OV വിജയന്റെ ഖസാക്കിന്റെ ഇതിഹാസം എന്ന പ്രശസ്ത OV വിജയന്റെ ഖസാക്കിന്റെ ഇതിഹാസം എന്ന പ്രശസ്ത നോവൽ ദ ലെജൻഡ്സ് ഓഫ് ഖസാക്ക് എന്ന പേരിൽ ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്താനാണ് OV വിജയൻ. എന്താണ്? OV വിജയന്റെ ഖസാക്കിന്റെ ഇതിഹാസം എന്ന പ്രശസ്ത നോവല് ദ ലെജൻഡ്സ് ഓഫ് ഖസാക്ക് എന്ന ഇംഗ്ലീഷ് പേരിലേക്ക് പരിഭാഷപ്പെടുത്തിയത് OV വിജയൻ. ഓക്കെ അല്ലേ? അപ്പം ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മുടെ PSC ബുള്ളറ്റിൻ കൊടുത്ത കലയും സാഹിത്യം എന്ന വിഭാഗത്തിലെ ക്വസ്റ്റ്യൻസ് ആണ് ഈ വീഡിയോയിൽ നിങ്ങളുമായി ചർച്ച ചെയ്തത്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ പല നമ്മുടെ PSCയുമായി ബന്ധപ്പെട്ട് PSC മുൻവർഷ ക്വസ്റ്റ്യനുകളും അതുപോലെ തന്നെ റിലേറ്റഡ് ഫാക്റ്റ് ഒക്കെ നമ്മുടെ ചാനലിൽ ലഭിക്കുന്നതായിരിക്കും. നമ്മുടെ ചാനൽ ആദ്യം മുതൽ അവസാനം വരെ എല്ലാ വീഡിയോസും കാണാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് നല്ലൊരു മാർക്ക് നമ്മുടെ ചാനലിലൂടെ ലഭിക്കുന്നതായിരിക്കും. അപ്പം അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ, സീ യു.